കോൺഗ്രസിന്റെ ദേശീയ നേതാവും സ്ഥാനമാനങ്ങളിൽ അശേഷം താൽപ്പര്യമില്ലാത്ത പണ്ഡിതയുമായ ഡോക്ടർ ഷമാ മുഹമ്മദിനോട് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ചത് ക്രൂരവും പൈശാചികവുമായ ചോദ്യമാണ്. സംശയമുള്ളവർക്ക് കെ ആന്റണിയോടും ചോദിക്കാം. അദ്ദേഹം പൊട്ടിക്കരയുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള വക്താവിനെ ചെറിയൊരു സംസ്ഥാനത്തെ നേതാവ് അറിയില്ലെന്ന് പറഞ്ഞത് സ്ത്രീ സമൂഹത്തിന് എതിരെയുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ്. അവഗണനയ്ക്ക് പുറമെ ആക്ഷേപവും. സീറ്റ് കൊടുക്കാതെ ഇരിക്കുക, മത്സരിപ്പിച്ച് തോൽപ്പിക്കുക, സ്റ്റേജിൽ ഇരുത്താതിരിക്കുക, ദേശീയ നേതാക്കൾക്ക് ഒപ്പം കാറിൽ കയറ്റാമെന്ന് വിശ്വസിപ്പിച്ച് കാശ് വാങ്ങുക, ഒരു കാര്യവുമില്ലാതെ പാര വയ്ക്കുക തുടങ്ങിയ ചില കോൺഗ്രസ് നേതാക്കളുടെ ഹോബിയാണെന്ന് ലീഡറുടെ മോൾ പത്മാജി പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ ഷമാജിക്കും കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. കൂടുതൽ ഒന്നുമില്ല, ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് കുട്ടി മോഹിച്ചത്. കോൺഗ്രസിൽ താൻ അടക്കമുള്ള മിടുമിടുക്കികളായ പെൺകുട്ടികൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് പരിവാരക്കാർക്കൊപ്പം കൂടിയതെന്നും ലീഡറുടെ മോൾ പത്മജക്കുട്ടി പറഞ്ഞതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഷമാജിയുടെ സങ്കടങ്ങൾ നിസ്സാരമല്ല. ചാനൽ ചർച്ചകളിൽ സംഘികളെയും സഖാക്കളെയും നിർത്തിപ്പൊരിക്കുന്ന ക്ഷമയ്ക്ക് ക്ഷമ ലേശം കുറവാണെങ്കിലും അറിവ് വളരെ കൂടുതലാണ്. അറിവ് കൂടുമ്പോൾ ശബ്ദവും കൂടും. കേരളത്തിൽ എണ്ണത്തിൽ മുന്നിലുള്ള പെണ്ണുങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെന്ന് കൃത്യമായി കണക്കെടുത്ത് ഷമാജി വെളിപ്പെടുത്തുകയായിരുന്നു. ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരേ ഒരു വനിതയേ ഉള്ളൂവെന്ന് അറിഞ്ഞപ്പോൾ തകർന്നുപോയി. യൂത്ത് കോൺഗ്രസിലടക്കം എത്രയോ മിടുമിടുക്കുകളുണ്ട്. രാജ്യത്തിന്റെ വികസനത്തിന് ഉറപ്പായും ജയിക്കേണ്ട ചില മഹിളാ രത്നങ്ങളെ ആസൂത്രിതമായി ഒഴിവാക്കിയത് പുരുഷാധിപത്യം നിലനിർത്താൻ ആണെന്നും പുറത്തു നിർത്തിയവരിൽ ഒരേയൊരു ദേശീയ രത്നമാണ് താനെന്നും ഷമാജി ആഞ്ഞടിച്ചു. കെപിസിസി പ്രസിഡന്റും കളരി അഭ്യാസിയുമായ സുധാകർജിയുടെ മുഖത്ത് നോക്കി നിങ്ങളൊരു സ്ത്രീ വിരുദ്ധനാണെന്ന് വ്യംഗ്യമായി പറയാനുള്ള ചങ്കൂറ്റം കോൺഗ്രസിലെ ഏക ഉണ്ണിയാർച്ചയായ ഷമാജിക്കുണ്ടായി. ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ഒരുപാട് പറയാമായിരുന്നെങ്കിലും സുധാകർജിക്ക് മനസ്സിലാക്കാൻ മലയാളത്തിൽ ആക്കുകയായിരുന്നു. തരൂർജിക്ക് എതിരെ ആയിരുന്നെങ്കിൽ മാലപ്പടക്കം പോലെ ഇംഗ്ലീഷ് കേൾക്കാമായിരുന്നു. കേരളത്തിൽ എവിടെ മത്സരിച്ചാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരേയൊരു നേതാവായിട്ടും ഷമാജിയെ തഴഞ്ഞത് ഒട്ടും ശരിയായില്ല. പത്മജിയെ സംഘികൾ രാജിയെങ്കിൽ മറ്റൊരു ധീരവനിതയായ കെപിസിസി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തട്ടിയെടുക്കാനുള്ള പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സഖാക്കളുടെ ശ്രമം വിജയിച്ചില്ല. ഇനിയും ശ്രമിച്ചേക്കാം. എംഎൽഎയോ മന്ത്രിയോ ആക്കണമെന്ന് സഖാക്കൾക്ക് ഒരേ നിർബന്ധം. സീതാറാം യെച്ചൂരി വിളിച്ചാലും പോവില്ലെന്ന് താൻ പറഞ്ഞപ്പോൾ ജയരാജൻ നാണിച്ചു പോയെന്ന് ദീപ്തി തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ട് നുണയാവാൻ വഴിയില്ലെന്ന് കോൺഗ്രസുകാർക്ക് ഉറപ്പുണ്ട്. CPM-ലേക്ക് കൊണ്ടുപോകാൻ സാക്ഷാൽ പി ജയരാജൻ ശ്രമിച്ചതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. സമരം ചെയ്യാനും തല്ലുകൊള്ളാനും സഖാക്കളിൽ ധാരാളം വനിതകളുണ്ടെങ്കിലും അരങ്ങുകൾ നിർത്തിവാഴുന്നവർ കുറവാണ്. അത് പരിഹരിക്കാൻ എളിയ ശ്രമം നടത്തി എന്ന് മാത്രം. എന്നാൽ ദീപ്തി മറവി രോഗമുണ്ടെന്നും കമ്മ്യൂണിസ്റ്റുകാരിയായി രാജ്യത്തിന്റെ ഭാവിക്കായി പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്നും പറഞ്ഞ് ജയരാജനെ കണ്ടത് ദീപ്തിയാണെന്നും ചില ബ്രോക്കർമാർ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ എതിരാളിക്ക് വോട്ട് ചെയ്ത് തെളിവായി വിവിപാറ്റിന്റെ ഫോട്ടോ എടുത്ത് പി ജയരാജനെ കാണിച്ചെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ദീപ്തി അടുത്തറിയാവുന്ന ആരും വിശ്വസിച്ചിട്ടില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്ന് പ്രവർത്തിച്ചയാളാണ് ആർക്കാണ് അറിയാത്തത്. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി മനസ്സിലില്ലെന്നും ജീവിതകാലം മുഴുവൻ എളിയ പ്രവർത്തകയായി തുടരണമെന്നുമാണ് ആഗ്രഹമെന്നും ദീപ്തി വ്യക്തമാക്കി കഴിഞ്ഞു. സത്യസന്ധർ എക്കാലത്തും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. വക്കീലായതിനാൽ ലോ പോയിന്റുകൾ നോക്കി സംസാരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും നിർബന്ധമുള്ള നേതാവാണ് ദീപ്തി. ചട്ടങ്ങൾ അമ്മാനമാടി മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ കഴിയുന്ന മറ്റൊരു യുവ നേതാവ് കോൺഗ്രസിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. എറണാകുളത്തെ സമ്മേളനത്തിനെത്താൻ രാഹുൽ ഗാന്ധി വൈകിയപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രത്തെക്കുറിച്ചും ഭാവിയിലെ സാധ്യതകളെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിച്ച് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസുകാരെ അതിശയിപ്പിച്ചു. കോൺഗ്രസിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള അവസരമാണ് രാഹുൽജിക്ക് നഷ്ടമായത് ഇതിലൂടെ.